നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിരവധി പോക്സോ കേസുകളിലെ പ്രതിയായ ഉസ്താദ് ബീഹാറിൽ പിടിയിൽ. മലപ്പുറം ആദവനാട് സ്വദേശി MK മുഹമ്മദ് ഉസ്താദാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. ഉദുമ പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിനൊരുങ്ങി UDF. ഒരു വോട്ട് അസാധുവായതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായ CPMലെ PV രാജേന്ദ്രനെതിരെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. CPI കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ലഹരിമുക്ത കേരളം കെട്ടിപ്പടുക്കുക എന്നത് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയെന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ. കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കേണ്ടത് വിദ്യാർത്ഥി യുവജന സമൂഹമാണെന്നും ഭാവി സമൂഹം നശിക്കാതിരിക്കാൻ ഏകമാർഗം ലഹരിയെ ഉന്മൂലനം ചെയ്യുക എന്നതാണെന്നും ഓപ്പറേഷൻ തൂഫാനിലൂടെ UDF സർക്കാർ അതാണ് നടപ്പിലാക്കുന്നതെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പോലീസ് സേനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഐ ആം ദ തൂഫാൻ വാരിയർ പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ചർച്ച ചെയ്യാതെ മദ്യനികുതി കുറയ്ക്കില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. എതിർപ്പ് വന്നത് മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ട്. പാർട്ടിയും UDFും വേണ്ടെന്ന് പറഞ്ഞാൽ പ്രഖ്യാപനം പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. PM ശ്രീ കേരളത്തിന് അപകടമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 69ാം സംസ്ഥാന സമ്മേളനത്തിന് ജൂൺ 27-ന് തുടക്കമാവും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരും ജീവനക്കാരും നെഹ്റു പാർക്കിൽ ചെണ്ടുമല്ലി കൃഷിക്കായി ചെടിത്തൈ നട്ടു. പൂച്ചക്കാട്ടെ പോർച്ചുഗൽ ആരാധകരൊരുക്കിയ 65 അടി കൂറ്റൻ റൊണാൾഡോയുടെ കട്ടൌട്ട് ശ്രദ്ധേയമാവുന്നു. 1 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് പൂച്ചക്കാട്ടെ പോർച്ചുഗൽ ഫാൻ സോളാ സ്ക്വയറിൽ കട്ടൌട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. നിരവധി പോക്സോ കേസുകളിലെ പ്രതിയായ ഉസ്താദ് ബീഹാറിൽ പിടിയിൽ. മലപ്പുറം ആദവനാട് സ്വദേശി MK മുഹമ്മദ് ഉസ്താദാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. ഇയാൾക്കെതിരെ മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലായി 20ഓളം പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയതിന് കേസുകൾ നിലവിലുണ്ട്. നിരവധി പോക്സോ കേസുകളിലെ പ്രതിയായ മലപ്പുറം ആദവനാട് സ്വദേശി MK മുഹമ്മദ് ഉസ്താദാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി ഇയാൾക്കെതിരെ 20ഓളം പോക്സോ കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രതിക്കെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ ഉപയോഗിച്ച് മസാജ് ചെയ്യിപ്പിക്കലാണ് ഇയാളുടെ രീതി. കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതായും വെളിപ്പെടുത്തലുണ്ട്. പലരും ഭയം കാരണം വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. മലപ്പുറം വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ 14 കേസുകളും താനൂരിൽ 4 കേസുകളും കാസർഗോഡ് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ 2 കേസുകളുമാണ് നിലവിൽ പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിദേശത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബീഹാറിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. നിലവിൽ വളാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയെ കോടതി നടപടികൾ പൂർത്തിയാക്കി കാസർഗോഡ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ ഒരു പ്രതിക്കെതിരെ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇത് ആദ്യമായാണ്. ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു വന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദുമ പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിനൊരുങ്ങി UDF. ഒരു വോട്ട് അസാധുവായതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായ CPMലെ PV രാജേന്ദ്രനെതിരെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. UDFന് ഭൂരിപക്ഷമുള്ള ഉദുമ പഞ്ചായത്തിൽ ഒരു വോട്ട് അസാധുവായതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായ CPMലെ PV രാജേന്ദ്രനെതിരെ അവിശ്വാസത്തിനൊരുങ്ങി UDF.
പ്രസിഡന്റിനെതിരെ 27-ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുവാൻ UDF ഉദുമ പഞ്ചായത്ത് ലൈസൺ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഡിസംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ചന്ദ്രൻ നാലാം വാതുക്കലിന്റെ വോട്ട് അസാധുവായിരുന്നു. ഇതേ തുടർന്ന് വോട്ടുകൾ തുല്യമായതോടെയാണ് CPMലെ PV രാജേന്ദ്രൻ നറുക്കെടുപ്പിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ ഡിസംബർ 26-നായിരുന്നു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. PV രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലേറി നാളേക്ക് 6 മാസം തികയുന്നതോടെയാണ് 27-ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുവാൻ തീരുമാനിച്ചത്. 23-അംഗ ഭരണസമിതിയിൽ UDFന് 12, LDFന് 11 സീറ്റുകളാണുള്ളത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ N ചന്ദ്രന്റെ വോട്ട് അസാധുവായിരുന്നു. ബാലറ്റ് പേപ്പറിന്റെ പിറകിൽ ഒപ്പുവേണമെന്നിരിക്കെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പേര് മാത്രം എഴുതിയതിനാലാണ് റിട്ടേണിംഗ് ഓഫീസർ വോട്ട് അസാധുവാക്കിയത്. ഇതോടെ LDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി PV രാജേന്ദ്രനും UDFന്റെ സ്ഥാനാർത്ഥി N ചന്ദ്രനും 11 വീതം വോട്ടുകൾ ലഭിച്ചു. തുടർന്നുള്ള നറുക്കെടുപ്പിൽ രാജേന്ദ്രൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ചന്ദ്രനും UDF നേതൃത്വവും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് മുൻസിഫ് കോടതിയാണെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. കേസ് നിലവിൽ കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത്. 23 അംഗങ്ങളുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ CPMന് 11, കോൺഗ്രസിനും മുസ്ലിം ലീഗിനും 6 വീതം എന്നിങ്ങനെയാണ് അംഗങ്ങളുള്ളത്. 2.5 വർഷം വീതം പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗും കോൺഗ്രസും പങ്കുവയ്ക്കുവാൻ ആദ്യമേ തന്നെ ധാരണയായിരുന്നു. ആദ്യത്തെ 2.5 വർഷം കോൺഗ്രസിനും തുടർന്നുള്ള കാലം മുസ്ലിം ലീഗിനും എന്നതായിരുന്നു ധാരണ. UDF ഭരണസമിതി അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ്. ഈ വിവരം പഞ്ചായത്ത് സെക്രട്ടറിയെയും ഭരണസമിതി അംഗങ്ങളെയും അറിയിക്കും. തുടർന്ന് നോട്ടീസ് ചർച്ച ചെയ്യുന്നതിനുള്ള തീയതിയും അറിയിക്കും. അവിശ്വാസ പ്രമേയം പാസായാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും PV രാജേന്ദ്രൻ പുറത്താകും. തുടർന്ന് പ്രസിഡന്റിന്റെ ചുമതല വൈസ് പ്രസിഡന്റിന് നൽകും. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പ്രസിഡന്റ് പുറത്തായ വിവരം സംസ്ഥാന ജില്ലാ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ അറിയിക്കും. തുടർന്നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിക്കുക. അവിശ്വാസത്തിലൂടെ പുറത്തായി എന്നത് ഒഴിവാക്കുവാൻ അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്ക് മുൻപേ PV രാജേന്ദ്രൻ രാജിവെച്ച് ഒഴിവാനുള്ള സാധ്യതയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPI കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാനുള്ള UDF ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ CPI കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചന്ദ്രഗിരി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. CPI സംസ്ഥാന കൗൺസിൽ അംഗം T കൃഷ്ണൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പാഠ്യപദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായപ്പോഴാണ് നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് എല്ലാ നയവും ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ എല്ലാ നയങ്ങളും രൂപീകരിക്കപ്പെട്ടത്. അത് അവസാനം ഇന്ത്യൻ ഭരണഘടനയുടെ അംഗീകരിച്ചോടുകൂടി അത് മതനിരപേക്ഷ കാഴ്ചപ്പാടിലൂടെ ഊന്നിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ്. ഇന്ത്യയുടെ ചരിത്രങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയുടെ സങ്കരമായ സംവിധാനത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയുടെ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി എല്ലാം നമ്മുടെ ഈ വിദ്യാഭ്യാസ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസ നയത്തിൽ കാലോചിതമായ മാറ്റം വരുത്താറുണ്ട്, പലപ്പോഴായി മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റം വരുത്തുമ്പോൾ പ്രധാനമായി അതിന്റെ മാനദണ്ഡം ഇന്ത്യൻ ഭരണഘടനയാണ്. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി തുളസീധരൻ ബളാനം അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി V രാജൻ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി ബിജു ഉണ്ണിത്തൻ സ്വാഗതം പറഞ്ഞു. രേണുക ഭാസ്കരൻ, നാരായണൻ മൈലൂല, P രാജൻ, കിഷോർ KT, M കൃഷ്ണൻ നായർ, ശ്രീജിത്ത് കുറ്റിക്കോൽ, CKM മുനീർ, അശ്വതി അജികുമാർ, സരിത SN, അസ്കർ കടവത്ത്, സുധാകരൻ ഉള്ളിയത്തെടുക്ക, നവീൻ കുമാർ തലക്ലായി, മുരളീധരൻ മാച്ചിപ്പുറം എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി.
കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിനും രാജ്യത്തിന്റെ ചരിത്രത്തെ തിരുത്തി പുതുതലമുറയുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലഹരിമുക്ത കേരളം കെട്ടിപ്പടുക്കുക എന്നത് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കേണ്ടത് വിദ്യാർത്ഥി യുവജന സമൂഹമാണെന്നും ഭാവി സമൂഹം നശിക്കാതിരിക്കാൻ ഏകമാർഗം ലഹരിയെ ഉന്മൂലനം ചെയ്യുക എന്നതാണെന്നും ഓപ്പറേഷൻ തുഫാനിലൂടെ UDF സർക്കാർ അതാണ് നടപ്പിലാക്കുന്നതെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ജില്ലാ പോലീസ് സേനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഐ ആം ദ തുഫാൻ വാരിയർ പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MP. ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നാശമുക്തി ഭാരത് അഭിയാന്റെ ഭാഗമായി ജില്ലാ സാമൂഹിക നീതി ഓഫീസ്, ജില്ലാ പോലീസ് എന്നിവയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റി, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കോളേജുകൾ, CBSE വിദ്യാലയങ്ങൾ, ആരോഗ്യവകുപ്പ്, ഫയർഫോഴ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ തുടങ്ങിയവയുടെ സഹകരണത്തോടെ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മാരക ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിനായി ഐ ആം എ തൂഫാൻ വാരിയർ പ്രോഗ്രാം സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, കല്ലട്ര മാഹിൻ ഹാജി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷാഹിന സലീം എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജ് എന്നിവർ സംസാരിച്ചു. ASP CM ദേവദാസൻ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ T ശൈല, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ആര്യ P രാജ് KAS എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ലഹരിമുക്ത കേരളം കെട്ടിപ്പടുക്കുകയെന്നത് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയെന്ന് പരിപാടിക്ക് ശേഷം സംസാരിക്കവേ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കേണ്ടത് വിദ്യാർത്ഥി യുവജന സമൂഹമാണെന്നും ഭാവി സമൂഹം നശിക്കാതിരിക്കാൻ ഏകമാർഗം ലഹരിയെ ഉന്മൂലനം ചെയ്യുക എന്നതാണെന്നും ഓപ്പറേഷൻ തൂഫാനിലൂടെ UDF സർക്കാർ അതാണ് നടപ്പിലാക്കുന്നതെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതകളിലൊന്നാണ് ലഹരിമുക്ത കേരളം കെട്ടിപ്പടുക്കുക എന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിന്റെ ഭാവി ഭാഗതയും നിശ്ചയിക്കേണ്ടത് ഇന്നത്തെ വിദ്യാർത്ഥി യുവജന സമൂഹമാണ്. NC എന്ന് പറയുന്ന ആ വിഭാഗമാണ്. സ്വാഭാവികമായി അവര് നശിക്കാതിരിക്കാൻ, അവരുടെ കുടുംബം നശിക്കാതിരിക്കാൻ, അതുവഴി സമൂഹത്തിനൊരു പോറല് പോലും ഏൽക്കാതിരിക്കാൻ, അതുവഴി നാട് രക്ഷപ്പെടുത്താനുള്ള ഏക മാർഗം ലഹരിയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോ പലതരം ലഹരികൾ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. MDMA ഉണ്ട്, LSD ഉണ്ട്, ഇതുപോലെ വീര്യം കൂടി ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF ചർച്ച ചെയ്യാതെ മദ്യനികുതി കുറയ്ക്കില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. എതിർപ്പ് വന്നത് മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ട്. പാർട്ടിയും UDFും വേണ്ടെന്ന് പറഞ്ഞാൽ പ്രഖ്യാപനം പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. PM ശ്രീ കേരളത്തിന് അപകടമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഇന്നലെ കേരളത്തിന്റെ നിയമസഭയിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി അതിന് വളരെ ക്ലാരിറ്റിയോടുകൂടി മറുപടി പറഞ്ഞിട്ടുണ്ട്. മദ്യവുമായി ബന്ധപ്പെട്ട് നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. രണ്ടാമത് കോൺഗ്രസ് പാർട്ടി നയപരമായ ഒരു തീരുമാനമെടുത്താൽ അത് UDF ചർച്ച ചെയ്ത് അത് അംഗീകരിക്കാം. മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ചില പ്രഖ്യാപനങ്ങൾ നടത്തി, ആ പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക തലത്തിൽ ചർച്ച ചെയ്യും, UDF ചർച്ച ചെയ്യും. UDFും കോൺഗ്രസും ഇത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതില്ലാതാക്കാൻ. അതുകൊണ്ട് വളരെ വ്യക്തമായി മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇനിയൊരു സംശയം ആർക്കും ആവശ്യമില്ല. PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒന്നാണ്.
നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് PMC പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോ PMCയുമായി ബന്ധപ്പെട്ട് നാഷണൽ കൗൺസിൽ റിസർച്ച് ട്രെയിനിങ് സെന്റർ കുറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തിനും ഭാവി തലമുറയ്ക്കും അപകടകരമായ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ല. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 69ാം സംസ്ഥാന സമ്മേളനത്തിന് ജൂൺ 27-ന് തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 69ാം സംസ്ഥാന സമ്മേളനം ജൂൺ 27-28 തീയതികളിലായി കാഞ്ഞങ്ങാട് നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. വിവിധ ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 303 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജൂൺ 27-ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന കലാസന്ധ്യ കേരള സാഹിത്യ അക്കാദമി മുൻ ചെയർമാൻ കരിവെള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്യും. 28-ന് രാവിലെ നടക്കുന്ന യാത്രയയപ്പ് സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. 69ാമത് സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് വേദിയൊരുക്കുകയാണ്. കാഞ്ഞങ്ങാട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലാ സംഘടനകളും സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ ആദ്യം അവരുടെ മനസ്സിൽ വരുന്ന ഒരു പേരാണ് കേരളത്തിൽ കാഞ്ഞങ്ങാട്. സംസ്ഥാന സ്കൂൾ കലോത്സവം മുതൽ കേരളത്തിലെ എല്ലാ സന്നദ്ധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെയും എല്ലാം സമ്മേളനങ്ങൾ ഇതിനകം നമ്മൾ കാഞ്ഞങ്ങാട് നടത്തിയിട്ടുണ്ട്. KGNAയുടെ സംസ്ഥാന സമ്മേളനവും ഇതിനു മുമ്പ് നമ്മൾ കാഞ്ഞങ്ങാട് നടത്തിയിട്ടുണ്ട്. ഇക്കുറി വീണ്ടും വർഷങ്ങൾക്ക് ശേഷം 69ാമത് സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് വേദിയാണ്. വളരെ സന്തോഷപൂർവ്വമാണ് ആരോഗ്യ മേഖലയിലെ പ്രത്യേകിച്ച് പൊതു മേഖലയിൽ പൊതുജനാരോഗ്യ രംഗത്ത് കേരളം ലോകത്തിന് മാതൃകയാകത്തക്ക നിലയിലേക്ക് കഴിഞ്ഞ 10 വർഷത്തെ വലിയ നേട്ടങ്ങളാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ VV രമേശൻ, KGNA സംസ്ഥാന പ്രസിഡന്റ് T ഷൈനി ആന്റണി, ജനറൽ സെക്രട്ടറി T സുബ്രഹ്മണ്യൻ, ട്രഷറർ NB സുധീഷ് കുമാർ, ജനറൽ കൺവീനർ PV പവിത്രൻ, സംസ്ഥാന സെക്രട്ടറിമാരായ KP സീന, നിഷ ഹമീദ്, ജില്ലാ പ്രസിഡന്റ് PV അനീഷ്, വൈസ് പ്രസിഡന്റുമാരായ KK ജലജ, MA നവീൻ, സെക്രട്ടറി PV അമ്പിളി, ജോയിന്റ് സെക്രട്ടറി നിമേഷ് ബാബു, ട്രഷറർ A പ്രസീന എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാരും ജീവനക്കാരും നെഹ്റു പാർക്കിൽ ചെണ്ടുമല്ലി കൃഷിക്കായി ചെടിത്തൈ നട്ടു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തവണത്തെ ഓണാഘോഷത്തിന് നഗരസഭയിൽ തന്നെ പൂക്കൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കാഞ്ഞങ്ങാട് നഗരസഭയിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. നഗരസഭാ ജീവനക്കാരുടെയും ശുചീകരണ വിഭാഗം ജീവനക്കാരുടെയും കൂട്ടായ്മയായ ഒപ്പരം സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. ടൗൺ ഹാളിന് സമീപമുള്ള നെഹ്റു സ്മൃതി മണ്ഡപത്തിലെ ഒഴിഞ്ഞ സ്ഥലത്താണ് ചെണ്ടുമല്ലി തൈകൾ നട്ടത്. പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കി സൗന്ദര്യവൽക്കരിക്കുന്നതിനായി കാഞ്ഞങ്ങാട് നഗരസഭ നടത്തിവരുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ നഗരസഭയിലെ മികച്ച ശുചിത്വ വാർഡിനും വീടിനും പുരസ്കാരം നൽകുമെന്നും അധികൃതർ പറഞ്ഞു. ചെണ്ടുമല്ലിപ്പൂവിന്റെ തൈ നട്ട് നഗരസഭാ ചെയർമാൻ VV രമേശൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശുചിത്വമുള്ള സ്ഥലങ്ങളാക്കി മാറ്റുക എന്നത് നമ്മുടെ നഗരസഭയുടെ ലക്ഷ്യമാണ്. കാഞ്ഞങ്ങാട് മോഡൽ എന്ന് നാളെ കേരളം വാഴ്ത്തപ്പെടുന്ന നിലയിലേക്ക് ഈ കാഞ്ഞങ്ങാടിൻ്റെ പൊതുയിടങ്ങളെ സൗന്ദര്യവൽക്കരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഈ പ്രവർത്തനങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഏർപ്പെടുമെന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. മാലിന്യമുക്തമായ കാഞ്ഞങ്ങാട്, അതുപോലെ തന്നെ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം ചെടികളും പൂക്കളും പൂമ്പാറ്റകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പട്ടണമായി, പ്രദേശമായി കാഞ്ഞങ്ങാടിൻ്റെ ഇടങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് കൈകോർക്കാം. വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ് സ്വാഗതവും വാർഡ് കൌൺസിലർ PV ചന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഷെരീഫ്, കൌൺസിലർമാരായ സന്തോഷ് കുശാൽ നഗർ, രാജൻ അത്തിക്കോത്ത്, 7 സ്റ്റാർ അബ്ദുറഹ്മാൻ,
മൊയ്തു പുഞ്ചാവി, സേതു കാഞ്ഞങ്ങാട്, എം ബൽരാജ്, ഒപ്പരം കൂട്ടായ്മ പ്രസിഡന്റ് ദിവാകരൻ NV, സെക്രട്ടറി രാകേഷ് നാരായണൻ എന്നിവരും മറ്റ് കൗൺസിലർമാരും ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിക്കുകയും തൈകൾ നടുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. പൂച്ചക്കാട്ടെ പോർച്ചുഗൽ ആരാധകർ ഒരുക്കിയ 65 അടി കൂറ്റൻ റൊണാൾഡോയുടെ കട്ടൗട്ട് ശ്രദ്ധേയമാവുന്നു. 1 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് പൂച്ചക്കാട്ടെ പോർച്ചുഗൽ ഫാൻ സോളാർ സ്ക്വയറിൽ കട്ടൗട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ലോകകപ്പിന്റെ ഭാഗമായി ജില്ലയിൽ സ്ഥാപിച്ച റൊണാൾഡോയുടെ ഏറ്റവും ഉയരം കൂടിയ കട്ടൗട്ടാണ് പൂച്ചക്കാട്ടെ പോർച്ചുഗൽ ആരാധകർ തീർത്ത ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ കൂറ്റൻ കട്ടൗട്ട്. അറുപത്തിയഞ്ച് അടിയാണ് ഈ കൂറ്റൻ കട്ടൗട്ടിന്റെ നീളം. പൂച്ചക്കാട് സോളാർ സ്ക്വയറിൽ സ്ഥാപിച്ചിട്ടുള്ള കട്ടൗട്ട് പോർച്ചുഗൽ ഫാൻസിനെ ഏറെ കൗതുകപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ്. 1 ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് പൂച്ചക്കാട്ട് ഈ കട്ടൗട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. തുടർച്ചയായ 6 വ്യത്യസ്ത ഫിഫ ലോകകപ്പുകളിൽ ഗോളുകൾ നേടി ചരിത്രം സൃഷ്ടിച്ച ലോക ഫുട്ബോളറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോകകപ്പിൽ 6 വ്യത്യസ്ത എഡിഷനുകളിൽ ഗോൾ നേടുന്ന ലോകത്തിലെ ആദ്യത്തെയും ഒരേയൊരു താരവുമാണ് റൊണാൾഡോ. ഉസ്ബെക്കിസ്ഥാനെതിരെ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ റൊണാൾഡോ 2 ഗോളുകൾ നേടിയ മുഹൂർത്തത്തിലാണ് പൂച്ചക്കാട്ട് റൊണാൾഡോയുടെ ഈ കട്ടൗട്ട് സ്ഥാപിച്ചത്. ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കട്ടൗട്ട് തയ്യാറാക്കിയത്. പൂച്ചക്കാട്ടെ പോർച്ചുഗൽ ഫാൻസായ മുഹാജിർ പൂച്ചക്കാട്, നജു ബടക്കൻ, ഷഹൽ ഗാലിദിയ, ഇമ്രാൻ ജർമ്മൻ, അജ്മൽ BK, സിനാൻ കപ്പണ, ഷാക്കിർ, ഹാഷിർ, മുഹമ്മദ്, സമാൻ, മുബഷിർ, റാഫി, സഫ്വാൻ, താജുദ്ദീൻ,
റാസിഖ്, മനാസിർ, സർഫ്രാസ്, ഹാഷിർ, സവാദ് എന്നിവരാണ് കട്ടൌട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഫുട്ബോൾ ആരാധകരുടെ ആവേശവും ആരാധനയും പ്രകടമാകുന്ന ഇത്തരം കാഴ്ചകൾ മനസ്സിനും കണ്ണിനും കുളിർമ പകരുന്നതായി മാറുകയാണ്. ദിനേശ് താനത്ത്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് ഹരിപുരം ആയുർവേദ ഡിസ്പെൻസറി, ജവഹർ പുരുഷ സ്വയം സഹായ സംഘം ചാലിങ്കാൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചാലിങ്കാൽ സായം പ്രഭ പകൽ വീട്ടിൽ വെച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് പുല്ലൂർപെരിയ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി AV ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് ഹരിപുരം ആയുർവേദ ഡിസ്പെൻസറി, ജവഹർ പുരുഷ സ്വയം സഹായ സംഘം ചാലിങ്കാൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചാലിങ്കാൽ സായം പ്രഭ പകൽ വീട്ടിൽ വെച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ക്യാമ്പ് പുല്ലൂർപെരിയ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി AV ഉദ്ഘാടനം നിർവഹിച്ചു. എങ്കിലും ഇപ്പോൾ പറയാൻ ജീവിതശൈലി രോഗങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാലമാണ്. അസുഖമില്ലാത്ത വീടുകളില്ല, മഴക്കാലമാണ്, പനിയോ എന്താണെങ്കിലും മരുന്ന് ഉപയോഗിക്കാത്ത വീടുകളില്ല എന്നാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ക്യാമ്പുകളെല്ലാം എല്ലാവരും ഉപയോഗപ്പെടുത്തണം. യോഗത്തിൽ സംഘം പ്രസിഡന്റ് K. ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നിഷ KV ക്യാമ്പ് വിശദീകരണം നടത്തി. ഡോക്ടർ കൃഷ്ണ മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ലാസ് കൈകാര്യം ചെയ്തു. 15ാം വാർഡ് മെമ്പർ ലീലാചന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സംഘം രക്ഷാധികാരിയുമായ CK അരവിന്ദൻ, V. കൃഷ്ണൻ, K. ഭാസ്കരൻ, E. മാധവൻ എന്നിവർ പ്രസംഗിച്ചു. സംഘം സെക്രട്ടറി ഗോപി K. സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. സ്കൂൾ PTA നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഹോസ്ദുർഗ് SI TM അഞ്ജലി ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ PTA നേതൃത്വത്തിൽ ഹോസ്ദുർഗ് ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ അസംബ്ലി ഹാളിൽ നടന്ന ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടി ഹോസ്ദുർഗ് SI TM അഞ്ജലി ഉദ്ഘാടനം ചെയ്തു. ഒരു തവണ നിങ്ങൾ ഏതെങ്കിലും ഒരു ലഹരി കേസിൽ പിടിപെട്ട് കഴിഞ്ഞാൽ പോലീസിന്റെ ലിസ്റ്റിൽ നിങ്ങൾ എന്നും എന്താണ്? ലഹരിക്ക് അടിമപ്പെടുന്ന ആൾക്കാരാണ്. എന്നും നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ അവിടെ ഉണ്ടോ, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അത് ഏത് പാതിരാത്രിയാണെങ്കിലും. അതുകൊണ്ട് ഒരിക്കലും പോലീസിന്റെ ലിസ്റ്റിൽ നിങ്ങൾ കയറിപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ, ഇന്ന് കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഫ്ലാഷ് മോബ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്, പിന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിജ്ഞയുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ടീച്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് എല്ലാം ചെയ്യുക. അപ്പോൾ എല്ലാ പരിപാടിക്കും ഓൾ ദ ബെസ്റ്റ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗിച്ച് കേസിൽ അകപ്പെട്ടാലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ചും വിദ്യാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കി. ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ലഹരി വിരുദ്ധ റാലിയുടെ ഫ്ളാഗ് ഓഫും SI നിർവഹിച്ചു. അധ്യാപക രക്ഷാകർതൃ സമിതി പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ A. തമ്പാൻ, സ്കൂൾ പ്രധാനാധ്യാപിക B. പ്രേമ, പ്രിൻസിപ്പൽ K. പ്രിയ എന്നിവർ സംസാരിച്ചു. 10ാം തരം വിദ്യാർത്ഥിനി C. ആദിത്യ രാഘവൻ ചൊല്ലിക്കൊടുത്ത ലഹരി വിരുദ്ധ പ്രതിജ്ഞ മുഴുവൻ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തവരും ഏറ്റുചൊല്ലി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരിക്കെതിരെയുള്ള യോഗ പ്രദർശനവും 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ഹയർ സെക്കൻഡറി വിഭാഗം NSS കുട്ടികൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ സ്കിറ്റും അരങ്ങേറി. പരിപാടികൾ ഉള്ളടക്കം കൊണ്ടും അവതരണം ഭംഗിയും കൊണ്ടും ഏറെ മികവ് പുലർത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. Adinal, Kaninadu. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kaninadu. Phone 0467 220 2070. 7 lines. Mansoor Hospital. Dedication,
determination, and divinity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം, ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും റാലിയും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹോസ്റ്റർ പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ച് ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഫ്ളാഗ് ഓഫ് ചെയ്ത റാലിയിൽ 400ഓളം കുട്ടികൾ പങ്കെടുത്തു. സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി കാഞ്ഞങ്ങാട് നഗരം ചുറ്റി ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. പ്രവർത്തന മണ്ഡലത്തിലും സമൂഹത്തിൽ എന്റെ ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലഹരി മുക്ത നവകേരളം. നമ്മുടെ രാജ്യത്തെ മയക്കുമരുന്ന് ലോബികൾ, കോർപ്പറേറ്റുകൾ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും സമ്പന്നനാകണം എന്ന വിഭാഗത്തെയാണ്. ഏത് വഴിയിലൂടെയും കുറച്ച് കാശുണ്ടാക്കണം എന്ന് കരുതുന്ന ചിലരെ അവർ വലയിട്ട് വീശി പിടിച്ച് വളരുന്ന തലമുറയെ മയക്കുമരുന്നിന് അടിമകളാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ചെറുക്കേണ്ടത്. വാർഡ് കൗൺസിലർ സുകന്യ HR, കാഞ്ഞങ്ങാട് DYSP KP സുരേഷ് ബാബു, ഇൻസ്പെക്ടർ ദിനേശൻ K, PTA പ്രസിഡന്റ് EV ജയകൃഷ്ണൻ, പ്രിൻസിപ്പൽ ഡോക്ടർ വേണുനാഥൻ, ഹെഡ് മിസ്ട്രസ് സുമാ P, SPG ഹോസ്റ്റർ കോർഡിനേറ്റർ പ്രദീപൻ കോതോളി, SPG കൺവീനർ അമൽ രമേശ് KP, വിവിധ ഫോഴ്സ് വിഭാഗം കൺവീനർമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിലെ ക്ലാസ് മുറിയിൽ ഒരേ ബെഞ്ചിലും അല്ലാതെയും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത് ഇരട്ടകളായ 18 ജോഡി വിദ്യാർത്ഥികൾ. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ജോഡികൾ മാത്രമല്ല, മിക്സഡ് ജോഡികളും ഇവരിലുണ്ട്.
സെന്റ് പോൾ സ്കൂളിൽ 1 മുതൽ 7 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന 16 ജോഡികളും പ്രീ പ്രൈമറി വിഭാഗത്തിൽ 2 ജോഡികളുമാണുള്ളത്. സ്കൂൾ തുറക്കുന്ന ജൂൺ മാസത്തിൽ ക്ലാസ് ടീച്ചർമാർ എടുക്കുന്ന വിവരങ്ങളിലാണ് 18 ജോഡികൾ പഠിക്കുന്നത് അറിയുന്നത്. 1300-ലേറെ കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ ഒരു വീട്ടിൽ നിന്നുള്ള ഇരട്ടകൾ ഒരേ ക്ലാസ്സിലും ചിലർ ഒരേ ബെഞ്ചിൽ അടുത്തടുത്തുമിരുന്നുമാണ് പഠിക്കുന്നത്. 7ാം ക്ലാസ്സിൽ ഒരു ജോഡിയും 5ാം ക്ലാസ്സിൽ ഒരു ജോഡിയും 1ാം ക്ലാസ്സിൽ ഒരു ജോഡിയും ഉൾപ്പെടെ ആൺകുട്ടിയും പെൺകുട്ടിയുമുള്ള മിക്സഡ് ജോഡിയാണ്. എല്ലാ വർഷവും ഇരട്ടകളുടെ ദിനത്തിൽ സ്കൂൾ അസംബ്ലിയിൽ കളർ വസ്ത്രങ്ങൾ ധരിച്ച് ഇരട്ട കുട്ടികളെ പ്രത്യേകമായി ആദരിക്കാറുണ്ട്. കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളെയും സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കും. വരദാനങ്ങളായ കുട്ടികൾ മധുരതരമെന്ന് മാത്രമല്ല ഇരട്ടക്കുട്ടിക്ക് ഇരട്ടി മധുരമാണ് നൽകുന്നതെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക എൻ മിനി പറഞ്ഞു. കുട്ടികൾ ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. ജീവിതമാകുന്ന പൂന്തോട്ടത്തിലെ ഏറ്റവും മനോഹരമായ പുഷ്പങ്ങളാണ് കുഞ്ഞുങ്ങൾ. ഇരട്ടക്കുട്ടികളുടെ കാര്യത്തിലാകുമ്പോൾ സന്തോഷമൊന്ന് ഇരട്ടിക്കുന്നു. അവരുടെ കുടുംബത്തിൽ അവർ പഠിച്ചു വളരുന്ന വിദ്യാലയത്തിൽ അധ്യാപകർക്കും കൂട്ടുകാർക്കും അവർ കൗതുകമുള്ള കണ്ണിലുണ്ണികളാണ്. ഈ അധ്യയന വർഷം ഞങ്ങളുടെ വിദ്യാലയത്തിൽ 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ 16 ജോഡി ഇരട്ടക്കുട്ടികളാണുള്ളത്. പ്രീ പ്രൈമറിയിൽ 2 ജോഡി കുട്ടികൾ. എണ്ണത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാ വർഷവും ഒരു പുതുമയോടുകൂടി ഇരട്ടക്കുട്ടികൾ ഞങ്ങളുടെ ഇവിടെ അധ്യയനം നടത്തി വരുന്നു. ഇരട്ടക്കുട്ടികളുടെ ദിനത്തിൽ പ്രത്യേകമായി കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും വിളിച്ച് ആദരിച്ചു പോരുന്നു. ഈ വർഷവും എക്കാലത്തെയും പോലെ ഓഗസ്റ്റ് മാസത്തിൽ ഇരട്ടക്കുട്ടികളുടെ ദിനത്തിൽ ഞങ്ങളുടെ ഈ 18 ഇരട്ടക്കുട്ടി ജോഡികളെയും അവരുടെ രക്ഷിതാക്കളെയും ആദരിക്കാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. 2019 മുതൽ സെന്റ് പോൾസ് AUP സ്കൂളിൽ ഓഗസ്റ്റിൽ ഇരട്ടകളുടെ ദിനം ആചരിച്ചു വരുന്നുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ തൃക്കരിപ്പൂരിൽ RJDയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മാർക്കറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് അടിക്കടി വില വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചും വില നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ നടപടി വേഗത്തിൽ വേണമെന്നും ആവശ്യപ്പെട്ടുമാണ് പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത്. RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് PV തമ്പാൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ E ബാലകൃഷ്ണൻ, VK ചന്ദ്രൻ, P തമ്പാൻ നായർ, VV വിജയൻ, C ബാലകൃഷ്ണൻ, UK രാജൻ, K പവിത്രൻ, VM ചന്ദ്രൻ, CV ശശി, P രാജീവൻ, M സുരേഷ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡയമണ്ട് ജൂബിലി ആഘോഷവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു. AV വാമനകുമാർ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും 60 വർഷം പൂർത്തിയാക്കിയ ക്ലബിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. അന്താരാഷ്ട്ര പരിശീലകനും ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണറുമായ AV വാമനകുമാർ ഉദ്ഘാടനം ചെയ്തു. 2025-26 നമ്മുടെ APC സാറ് ഇന്റർനാഷണൽ പ്രസിഡന്റ് ആയപ്പോൾ 3 സർവീസ് വീക്കുകൾ നമ്മൾ ഒബ്സർവ് ചെയ്തിരുന്നു. ഒരാഴ്ച ലോകത്തിലെ 50,000-ൽ പരം ക്ലബ്ബുകൾ ഒരു ഗ്ലോബൽ കോഴ്സിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രം സേവനം ചെയ്യുക. അപ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ വലിപ്പം വളരെ വലുതായിരിക്കും. അങ്ങനെ ഈ നിലവിലുള്ള വർഷം നമ്മൾ ചെയ്ത് ഒക്ടോബറിൽ നമ്മൾ മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന സബ്ജക്റ്റ് എടുത്തിട്ട് ചെയ്തു. ജനുവരിയിൽ ഹങ്കർ ആയിരുന്നു നമ്മളുടെ ഫോക്കസ് ഏരിയ. ഏപ്രിലിൽ നമ്മൾ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി സംരക്ഷണം. ഇനി വരാൻ പോകുന്ന ഇന്റർനാഷണൽ പ്രസിഡന്റ് മാർക്കസ് ലിയോൺ, അദ്ദേഹം ആ സർവീസ് വീക്കുകൾ കണ്ടിന്യൂ ആണ്, പക്ഷേ ഫോക്കസ് ഏരിയ മാറ്റിയിരിക്കുന്നു. ഒക്ടോബറിൽ നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുന്ന ഫോക്കസ് ഏരിയ വിഷനാണ്. അപ്പോൾ അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കാലം വിഷൻ സംബന്ധമായ പരിപാടികളായിരിക്കണം എല്ലാ ക്ലബുകളും ഏറ്റെടുക്കുന്നത്. അത് തീർച്ചയായിട്ടും വരുന്ന ഇനി ഇൻസ്റ്റാൾ ചെയ്യുന്ന PhDയുടെ മനസ്സിലുണ്ടാവണം. പിന്നീട് ജനുവരി മാസമാണ്. ജനുവരി മാസം വരുന്നത് യൂത്താണ്. യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളും അതിനുള്ള മറ്റ് ആക്ടിവിറ്റീസ് ആയിരിക്കണം. ലയൺസ് പോസ്റ്റ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള വേറെ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകൾ, കുട്ടികളുടെ ഇടയിലുള്ള പുതിയ നേതാക്കന്മാരെ കണ്ടെത്തി ആദരിക്കുന്ന പരിപാടി, അങ്ങനെയുള്ള യൂത്ത് റിലേറ്റഡ് പ്രോഗ്രാംസ് എല്ലാം ജനുവരി ചെയ്യണം. പിന്നീട് എൻവയോൺമെന്റ് അതുപോലെ റീറ്റെയിൻ ചെയ്യാണ്. നമുക്കറിയാം ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ. അപ്പോൾ എൻവയോൺമെന്റ് ഏപ്രിൽ നടത്തിയത് അത് മെയ്യിലേക്കോ ജൂണിലേക്കോ എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ 3 പുതിയ സർവീസ് വീക്കുകൾ 2026-27 വരെയാണ്. ഈ ജെൻസി നല്ല യങ് പ്രൊഫഷണൽ ടെക്കീസ്
ഇവർക്ക് ലയൺസിനെ എങ്ങനെ ഇൻവോൾവിക്കാം? ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ പറയുന്നു അവരെ മെമ്പർഷിപ്പ് കൊടുക്കുക, അവരെ മീറ്റിംഗിൽ ഒന്നും വിളിക്കണ്ട, അവരൊരു മീറ്റിംഗ് എടുക്കണ്ട, പക്ഷെ അവർ സേവന പദ്ധതികളെ സഹായിക്കട്ടെ. അങ്ങനെ സഹായിക്കുന്ന ലയൺ മെമ്പർമാരെ നമുക്കൊരു പേര് വിളിക്കാം, അവരെ എപ്പിസോഡിക് വളണ്ടിയേഴ്സ് എന്ന് വിളിക്കും. ഇപ്പൊ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ യങ് ജനറേഷനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എപ്പിസോഡിക് വളണ്ടിയേഴ്സിനെ നിങ്ങൾ കണ്ടെത്തുക എന്നൊരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്. Okay, with a great pleasure and privilege and with the permission of senior people like Shanai sir, I hereby declare my intimate and great friend Lion P&F Engineer Joy Joseph is installed as the Diamond Jubilee President of Lion Club of Kalangar. Lion C.A. Jimson Alex is installed as a Secretary and then C.A. Yatish Jeripadi is installed as a Treasurer, and all these gentlemen are installed into the various portfolios and responsibilities they are elected for. Let us all give them a big round of applause. Come on, all of you please clap. With the blessings of God, seeking for the blessings of God, I officially hand over this gavel, which is a symbol of authority to a Lions Club President, to Lion P&F Joy Joseph. Let us all wish him a great year of Diamond Jubilee celebration. കണ്ണൻ പാർത്ഥസാരഥി അധ്യക്ഷത വഹിച്ചു. നിയുക്ത ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ്, മുൻ ഗവർണർ ശ്രീനിവാസ് ഷണൈ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ദേവാംശി പ്രഭു പ്രാർത്ഥന നടത്തി. സിദ്ധാർത്ഥ് സജിത്ത് പതാകവന്ദനം നടത്തി. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളായ ഡോക്ടർ ബലറാം നമ്പ്യാർ, എം ശ്രീകണ്ഠൻ നായർ, എം കുഞ്ഞിരാമൻ നമ്പ്യാർ, ബാബു രാജേന്ദ്ര ഷണായ് എന്നിവരെ ആദരിച്ചു. വിവിധ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ കെ ഗോപി, പി കുഞ്ഞികൃഷ്ണൻ നായർ, എൻ അനിൽകുമാർ, സജിത്ത് വി, ശ്യാംപ്രസാദ് പി, മധു മഠത്തിൽ, NR പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. PV രാജേഷ് സ്വാഗതവും ജിബ്സൺ അലക്സ് നന്ദിയും പറഞ്ഞു. ഞാനിന്ന് ഈ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ ഇയറിൻ്റെ പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മളുടെ ഡിസ്ട്രിക്ട് 380യുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ കാലങ്ങളുടെ കിട്ടിയ ഡിസ്ട്രിക്ട് ഗവർണറിൻ്റെ ക്ലബിൻ്റെ പ്രസിഡന്റാണ് കിട്ടിയ ഭാഗ്യം. ഒരുപക്ഷെ ഒരു 30 വർഷം മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട മാമൻജി എൻ്റെ ബ്രദർ ജെന്നിയുടെ കുറച്ച് സ്റ്റാഫിന് വേണ്ടി എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ ഒരു അനുസരണയില്ലാത്ത കുട്ടിയെ പോലെ ഒരു ഡോറിനെടുത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകയും അതിലൊരു ചെറിയൊരു സ്പാർക്കായിരിക്കാം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ ലെവലിലേക്ക് എത്തിയത്. 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളായ ജോയ് ജോസഫിനെ പ്രസിഡന്റായും ജിബ്സൺ അലക്സ് സെക്രട്ടറിയായും യതീൻ ചേരിപ്പാടിയെ ഖജാൻജിയായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മാവുങ്കാൽ യൂണിറ്റ് മേഖലാ സമ്മേളനം നടന്നു. കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും നീണ്ടുപോകുന്ന നാഷണൽ ഹൈവേ റോഡ് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നും മാവുങ്കാൽ പുതിയ കണ്ടം റോഡിൽ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ നടന്ന അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള മാവുങ്കാൽ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. അജാനൂർ പഞ്ചായത്ത്, പുല്ലൂർ പെരിയ പഞ്ചായത്ത് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലായി ജില്ലാ അതിർത്തിയായ പാണത്തൂർ വരെ നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പരിധിയിലെ 297 അംഗങ്ങളുടെ പങ്കാളിത്തത്തിൽ മാവുങ്കാൽ നെല്ലിത്തറ IMA ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 200 ആളുകൾ മെമ്പർഷിപ്പുള്ള ഇവിടെ 143 ആളുകൾ മാത്രമാണ് ഈ ലൈഫിൽ പദ്ധതിയിൽ ചേർന്നിരിക്കുന്നത്. അതിൽ 12ഓളം ആളുകൾ പുറത്തു പോയിട്ടുണ്ട്. ഈ പുറത്തു പോകാനുള്ള സാഹചര്യം എന്താണെന്ന് അവരുടെ അശ്രദ്ധ മാത്രമാണ്. കാരണം നമ്മൾ പറയുന്നത് നമ്മൾ സീറോ ബാലൻസ് ആയി വരുന്ന ഒരു വ്യക്തി 90 ദിവസം കഴിയുമ്പോൾ മാത്രമാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. സീറോ ബാലൻസ് ആയ വ്യക്തി മൈനസ് ബാലൻസ് വന്നിട്ടും 90 ദിവസം വരെ ഇതിൽ ഹോൾഡ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഈ 90 ദിവസം അവർക്ക് യൂണിറ്റ് പ്രസിഡന്റ് IJ ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KV സുരേഷ് കുമാർ മുഖ്യാതിഥിയായി. ജില്ലാ പ്രസിഡന്റ് ഗുണേന്ദ്രലാൽ മുഖ്യപ്രഭാഷണം നടത്തി.
ജില്ലാ സെക്രട്ടറി ടി വി ദേവദാസ് സംഘടനാ വിശദീകരണം നടത്തി. ജില്ലാ ട്രഷറർ എൻ മോഹനൻ ട്രെയിനിംഗ് അവലോകനവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി തോമസ് ഇൻഷുറൻസ് വെൽഫെയർ എന്നിവയെ സംബന്ധിച്ചുള്ള വിശദീകരണവും ജില്ലാ വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ വർക്ക്ഷോപ്പ് ബ്രാൻഡിംഗ് അവലോകനവും നടത്തി. യൂണിറ്റ് സെക്രട്ടറി പി ബിജേഷ് പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ രജീഷ് അഭയ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രതീഷ് മടിക്കൈ, എം വി അരവിന്ദൻ, സിറിയക് മാത്യു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് ബാബു ഐടെക്, പി നാരായണൻ, പി കെ രാജൻ, കെ മഹേഷ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം ജിതേഷ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി പി ബിജേഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മഹേഷ് പെരിയ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി ടി വി പ്രവീൺകുമാറിനെ പ്രസിഡന്റായും മഹേഷ് പെരിയെ വൈസ് പ്രസിഡന്റായും ഐ ജെ ബാബുവിനെ സെക്രട്ടറിയായും ജിതേഷ് വെള്ളിക്കോത്തിനെ ജോയിന്റ് സെക്രട്ടറിയായും കെ സി ലോഹിതാക്ഷനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുളിയാർ പഞ്ചായത്തിലെ ബാലനടുക്കത്ത് സ്ഥാപിച്ച ABC സെന്റർ അടച്ചുപൂട്ടാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് 14-ാം വാർഡ് ബാലനടുക്കം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പരിസരത്ത് ബഹുജന ധർണ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. മാറ്റിസ്ഥാപിക്കുന്നതിനായി അധികൃതർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടണമെന്ന് സമരത്തിന്റെ ഭാഗമായി നൽകിയ നിവേദനത്തിൽ ജില്ലാ കളക്ടറോടും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടും ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് മുളിയാർ പഞ്ചായത്ത് 14-ാം വാർഡ് ട്രഷറർ പി അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി മുഹമ്മദ് കുഞ്ഞി ജനകീയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് അവിടുന്ന് കെട്ടിക്കണം. അവിടെ ജില്ലയിൽ നിന്നുള്ള പട്ടികളെ ഒരു പ്രാവശ്യം 200 പട്ടികളെ കൊണ്ടുവരണമെന്നായിരുന്നു ആദ്യം നിർദ്ദേശിച്ചത്. ഇപ്പോൾ ഇവിടുന്ന് പോയ കലക്ടർ അവസാനം നമുക്ക് നാട്ടുകാർക്ക് വേണ്ടി വലിയൊരു സേവനം ചെയ്തെന്താണെന്ന് അറിയാമോ? 200 പട്ടികളെ 100 പട്ടികളാക്കി കുറച്ചു എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ഒരു പട്ടി കുരക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ശബ്ദ മലിനീകരണം ഉണ്ടാകുന്നു. അതേ സ്ഥാനത്ത് നിങ്ങൾ പറഞ്ഞ ഈ 100 പട്ടികളെ ഒന്നിച്ച് കുരക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ മലിനീകരണത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അന്നത്തെ സമയത്ത് ഇതെടുത്ത ഉത്തരവാദപ്പെട്ട ജനപ്രതികളാവട്ടെ ഉദ്യോഗസ്ഥന്മാരട്ടെ, അവരെ ഏതെങ്കിലും ഒരു തവണയെങ്കിലും ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെങ്കിൽ ഈ പദ്ധതി ആ ജനവാസ കേന്ദ്രത്തിൽ വരുമായിരുന്നില്ല. ജനവാസമില്ലാത്ത ഏത് സ്ഥലത്താണെങ്കിലും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അവിടെ ഇത്തരത്തിലുള്ള പദ്ധതി വേണ്ട എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഈ ജനവാസ കേന്ദ്രത്തിൽ വേണ്ട 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 എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ജനറൽ സെക്രട്ടറി ഹനീഫ ബോവിക്കാനം സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് BM അബൂബക്കർ, ഷെരീഫ് കൊടവഞ്ചി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസ്ന മനാഫ്, പഞ്ചായത്ത് വികസനകാര്യ സമിതി ചെയർമാൻ ഹനീഫ പൈക്കാം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസീർ മൂലടുക്കം, ലൂബ്ന മുനീർ, മിസ്രിയ റഫീഖ്, മുസ്ലിം ലീഗ് നേതാക്കളായ BK ഹംസ, സിദ്ദിഖ് ബോവിക്കാനം, BM അഷ്റഫ്, അബ്ദുള്ള ഡൽമ, കെ മുഹമ്മദ് കുഞ്ഞി, മനാഫ് എടനീർ, മൊയ്തു ബാവാഞ്ഞി, കെ അബ്ദുൽ ഖാദർ കുന്നിൽ, മറിയമ്മ അബ്ദുൽ ഖാദർ, സമീർ അല്ലാമ നഗർ, റംഷാദ് ബാലനെടുക്കം, സുഹറ ബാലനെടുക്കം, സുഹൈദ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെർക്കള. ഹിന്ദു വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തരുതെന്നും ആചാരാനുഷ്ഠാനങ്ങളെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതിന് പൂർണ്ണ സംരക്ഷണം ഉണ്ടാകണമെന്നും ആവശ്യം. അഖണ്ഡ ഭാരത സനാതന സൻഘ് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ഹിന്ദു വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തരുതെന്നും ആചാരാനുഷ്ഠാനങ്ങൾ പരിപാലിച്ചു കൊണ്ടുപോകുന്നതിന് പൂർണ്ണ സംരക്ഷണം ഉണ്ടാകണമെന്നും ശബരിമല തീർത്ഥാടകർക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്നും ക്ഷേത്ര അഴിമതികൾ പൂർണ്ണമായി നിർത്തലാക്കണമെന്നും അഖണ്ഡ ഭാരത സനാതന സൻഘ് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, തിരുപ്പതി മോഡൽ സംവിധാനം കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നു. വളരെ സ്വാഗതാർഹമാണ്. ഞങ്ങൾ ഒരു കാര്യം കൂടി നിർദ്ദേശിച്ചു. ഹജ്ജിന് പോകുന്നവർക്ക് ഇവിടെ ഹജ്ജിന് സബ്സിഡി ഉണ്ട്. ഞങ്ങൾ എതിരല്ല, സ്വാഗതം ചെയ്യുന്നു, അംഗീകരിക്കുന്നു, ആവശ്യമാണ്. അതേസമയത്ത് ശബരിമലയിലേക്ക് സന്ദർശനം നടത്തുന്ന അയ്യപ്പന്മാർക്ക് സബ്സിഡി കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. വാഹനങ്ങളിൽ സൗജന്യ യാത്രയെങ്കിലും KSRTC എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? തിരുപ്പതിയിലേക്ക് അവിടുത്തെ ട്രാൻസ്പോർട്ട് സർവീസിന്റെ വക സൗജന്യ യാത്രയുണ്ട്. രണ്ടാമത്, നിലയ്ക്കൽ നിന്ന് പമ്പ വരെ വാഹനങ്ങൾ അനുവദിക്കുന്നില്ല.
അത് സ്വതന്ത്രമായ ജനങ്ങൾക്ക് ഭക്തന്മാർക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഗവർണർക്കും കേരള മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രി വി മുരളീധരനും നിവേദനം നൽകിയിരുന്നു. വാർത്താ സമ്മേളനത്തിൽ അഖണ്ഡ ഭാരത സനാതന സന്ത് സമിതി ദേശീയ അധ്യക്ഷൻ മഹാമണ്ഡലേശ്വർ ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതി, സഹ അധ്യക്ഷ മാതാശ്രീ ഓം ശ്രീ ശിവജ്ഞാനമയി സരസ്വതി, ദേശീയ ഉപാധ്യക്ഷൻ രാജേഷ് നാഥ് ഗുരുജി, ദേശീയ സംഘടനാ കാര്യദർശി നിശ്ചല നിരഞ്ജൻ, സ്വാമിജി സംസ്ഥാന അധ്യക്ഷൻ വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധിപതി സ്വാമി സാധു കൃഷ്ണ നന്ദ സരസ്വതി, സുദർശനാനന്ദഗിരി സ്വാമിജി, രാജവൈദ്യ മോഹൻലാൽ സ്വാമിജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിരവധി പോക്സോ കേസുകളിലെ പ്രതിയായ ഉസ്താദ് ബീഹാറിൽ പിടിയിൽ. മലപ്പുറം ആദവനാട് സ്വദേശി MK മുഹമ്മദ് ഉസ്താദാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. ഉദുമ പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിനൊരുങ്ങി UDF. ഒരു വോട്ട് അസാധുവായതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായ CPM-ലെ PV രാജേന്ദ്രനെതിരെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. CPI കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ലഹരിമുക്ത കേരളം കെട്ടിപ്പടുക്കുക എന്നത് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയെന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ. കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കേണ്ടത് വിദ്യാർത്ഥി യുവജന സമൂഹമാണെന്നും ഭാവി സമൂഹം നശിക്കാതിരിക്കാൻ ഏകമാർഗം ലഹരിയെ ഉന്മൂലനം ചെയ്യുക എന്നതാണെന്നും ഓപ്പറേഷൻ തൂഫാനിലൂടെ UDF സർക്കാർ അതാണ് നടപ്പിലാക്കുന്നതെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പോലീസ് സേനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഐ ആം ദ തൂഫാൻ വാരിയർ പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം. UDF ചർച്ച ചെയ്യാതെ മദ്യനികുതി കുറയ്ക്കില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. എതിർപ്പ് വന്നത് മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ട്. പാർട്ടിയും UDF-ഉം വേണ്ടെന്ന് പറഞ്ഞാൽ പ്രഖ്യാപനം പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. PM ശ്രീ കേരളത്തിന് അപകടമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 69ാം സംസ്ഥാന സമ്മേളനത്തിന് ജൂൺ 27-ന് തുടക്കമാവും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരും ജീവനക്കാരും നെഹ്റു പാർക്കിൽ ചെണ്ടുമല്ലി കൃഷിക്കായി ചെടിത്തൈ നട്ടു. പൂച്ചക്കാട്ടെ പോർച്ചുഗൽ ആരാധകരൊരുക്കിയ 65 അടി കൂറ്റൻ റൊണാൾഡോയുടെ കട്ടൌട്ട് ശ്രദ്ധേയമാവുന്നു. 1 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് പൂച്ചക്കാട്ടെ പോർച്ചുഗൽ ഫാൻ സോളാ സ്ക്വയറിൽ കട്ടൌട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.